കണ്ണനെ കണി കണ്ടുണരുന്ന ഒരു വിഷുപ്പുലരി കൂടി വന്നെത്തി. ഏവർക്കും നിറം ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷുകാലത്തെ നമുക്ക് ഒന്നിച്ച് വരവേൽക്കാം. കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതും ആകർഷകമായ ഓഫറുകളോടെ. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വർഗീയ വെല്ലുവിളി നടത്തുന്നവർക്കെതിരെ SNDP ചേലക്കര യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനവും നടത്തി. തുടർന്ന് നടന്ന യോഗം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ യുവ സമുദായം അനുഭവിക്കുന്ന മലപ്പുറം ജില്ലയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിനെ ഇവിടെ വർഗീയത ഒന്നുമില്ല, മതേതരത്വം എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ജാതി സമുദായത്തിൻ്റെ പേരാണ്. ലീഗ് കൂട്ടായ്മ, ആ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ, യൂത്ത് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം കത്തിക്കുകയും അതുപോലെ തന്നെ നേതാക്കന്മാർ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി എന്ന് പറയുകയാണ് ചെയ്തത്. ഇവരാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ. മുസ്ലിം ലീഗാണല്ലോ അവർ മറ്റ് സമുദായങ്ങളെ ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ വേറൊരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്നത്. അവിടെ പോലീസുകാർക്കാർ നിയമം നടപ്പാക്കാൻ പറ്റില്ല, ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് നടപ്പാക്കാൻ പറ്റില്ല, ഒരു ഹെൽമെറ്റ് മര്യാദയ്ക്ക് വെച്ച് പോവില്ല, പോലീസ് തടഞ്ഞാൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ റെയിൽവേ അവിടെ സർവേ നടത്തിയതാണ്. റെയിൽവേ തിരൂർ അങ്ങോട്ട് റെയിൽവേ ഗുരുവായൂരിൽ കണക്ട് ചെയ്യാൻ വേണ്ടി റെയിൽവേ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇവിടെ ഓഫീസേഴ്സിനായിട്ട് നമ്മൾ സർവേ നടത്തുകയും റെയിൽവേയുടെ ഗ്രീൻ ബുക്കിൽ വരികയും ചെയ്തതാണ്. അന്ന് UPA സർക്കാർ ഭരിക്കുമ്പോൾ ഈ അഹമ്മദൊക്കെ മന്ത്രിയുള്ളപ്പോൾ ആ സാധനം മലപ്പുറം ജില്ലയിലേക്ക് കടന്നപ്പോൾ അത് സ്റ്റോപ്പായി. അത് പിന്നെ ഇവിടുത്തെ ഓഫീസർമാരെ ഒക്കെ കെട്ടിപ്പൂട്ടി മുന്നോട്ട് കോടികൾ ചെലവ് ചെയ്തുകൊണ്ട് ചെയ്യുകയും അത് ഈ പറയുന്ന വർഗീയവാദികൾ അതൊന്നും അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് റെയിൽവേ വന്നില്ല? റെയിൽവേ കൂട്ടിപ്പട്ടി പോയതിൻ്റെ കാരണം അറിയട്ടെ. ഓഫീസിൽ കോടികൾ ചെലവ് ചെയ്ത റെയിൽവേ ഗ്രീൻ ബുക്കിൽ വന്ന റെയിൽവേ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത്. അതുപോലെ എണ്ണി പറയാൻ പല കാര്യങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച്. ഡയറക്ടർ ബോർഡ് അംഗം സുജാ സുദേവൻ, KV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ശാഖാ ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ്. ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം. പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ചേലക്കര. ഫോൺ 7510993366. കുന്നംകുളം. ഫോൺ 9847134875.